ഹായ് ഫ്രണ്ട്സ്, നമ്മളുടെ കേരളത്തെക്കുറിച്ച് നമുക്ക് ഏറ്റവും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ടൈറ്റിൽ തന്നെ നമ്മൾ സാമ്പത്തിക ഭദ്രതയിൽ കേരളം പിന്നിൽ നിന്നും നാലാമത്, 9 വർഷമായി സാമ്പത്തിക വെല്ലുവിളി നേരിടുന്നതായും നീതി ആയോഗ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഒരു സുപ്രീം ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ്. പണ്ടത്തെ പ്ലാനിംഗ് കമ്മീഷൻ മാറ്റിയാണല്ലോ നമുക്കിപ്പം നീതി ആയോഗ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. അപ്പം അതിനകത്തിൽ അവരുടെ ആദ്യത്തെ ഫസ്റ്റ് എവർ റിപ്പോർട്ടാണ് ദ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് എന്നുള്ള FHI. സദേൺ സ്റ്റേറ്റ്സ് ഫോൾ ബിഹൈൻഡ് ഇൻ ഫിസിക്കൽ ഹെൽത്ത്, ആന്ധ്ര കേരള അറ്റ് ദ ബോട്ടം. ഏറ്റവും താഴെ ആന്ധ്രയും കേരളവും ഒക്കെ ആണെന്നുള്ളതാണ്. അപ്പോൾ 18 സ്റ്റേറ്റ്സിൻ്റെ ഓവറോൾ ഫിനാൻഷ്യൽ, സാമ്പത്തിക, ധനകാര്യ, ആരോഗ്യം എന്ന് പറയാൻ പറ്റും ഒരു സ്റ്റേറ്റിൻ്റെ ധനവിനിയോഗത്തെ സംബന്ധിച്ച്. അപ്പം അതിൽ ഇമ്പാക്റ്റ് ഓൺ ഇന്ത്യാസ് GDP, അപ്പോൾ ഓരോ സ്റ്റേറ്റിൻ്റെയും ഈ പറഞ്ഞ ഫിനാൻഷ്യൽ, സാമ്പത്തിക രംഗം, അതായത് ഇന്ത്യയുടെ ഓവറോൾ GDP എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു, ബാധിക്കുന്നു. ഡെമോഗ്രാഫിക്സ് നമുക്കറിയാൻ പറ്റും. അതുപോലെ റവന്യൂസ്, ഓരോ സംസ്ഥാനത്തിൻ്റെയും റവന്യൂ, കാരണം ഓരോ സംസ്ഥാനവും റവന്യൂ കളക്ട് ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളിൽ കൂടിയും അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ കൂടിയാണ്. ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം, ലോട്ടറി, പിന്നെ മറ്റ് മേഖലകളിൽ കൂടെയുള്ള റവന്യൂ മൊബിലൈസേഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സ്റ്റേറ്റിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ രീതിയിലുള്ള റവന്യൂ മൊബിലൈസേഷൻ നടക്കുന്നത്. അവരുടെ റവന്യൂ യൂട്ടിലൈസേഷൻ, മൊബിലൈസ് ചെയ്ത അല്ലെങ്കിൽ കളക്ട് ചെയ്ത റവന്യൂ വരുമാനം അവർ വിനിയോഗിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതികളിലായിരിക്കാം, വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിലായിരിക്കാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു റിപ്പോർട്ടാണ് നീതി ആയോഗിൻ്റെ ആദ്യത്തെ റിപ്പോർട്ടാണ് ഫിനാൻഷ്യൽ ഹെൽത്ത് ഇൻഡെക്സ് 2025. അത് 18 സ്റ്റേറ്റിനെ മാത്രം കവർ ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ അതിൽ ആ റിപ്പോർട്ടിൽ കേരളത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് വളരെ പരിതാപകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് അത് അവർ വരച്ചു കാട്ടുന്നതെന്നുണ്ട്. അപ്പം ഒഡീഷ അല്ലെങ്കിൽ പഴയ ഒറീസയാണ് അതിനകത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമെന്നും ഈ റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നുണ്ട്. അപ്പം കേരളത്തെ സംബന്ധിച്ച് 9 വർഷമായിട്ട് സാമ്പത്തിക വെല്ലുവിളി നേരിടുന്നതായിട്ട് നീതി ആയോഗ് പറയുന്നുണ്ട്. അപ്പം അത് ചില കാര്യങ്ങൾ നമുക്ക് അറിയാം. ഇപ്പം ഫോർ എക്സാമ്പിൾ, നമ്മുടെ സംസ്ഥാനം നേരിട്ട പ്രകൃതി ദുരന്തങ്ങൾ, ഫ്ലഡ് അല്ലേ, ഹെവി റെയിൻ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഒത്തിരി സാമ്പത്തിക വെല്ലുവിളികൾ, പിന്നെ കോവിഡിൻ്റെ പാൻഡമിക്കിൻ്റെ ഒരു വലിയൊരു ഇമ്പാക്റ്റ്, ഇതൊക്കെ നമ്മളെപ്പോലെ ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തെയും അല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥയൊക്കെ വളരെ വലുതായിട്ട് അത് ചലഞ്ച് ചെയ്ത ചില കണ്ടീഷൻസ് ആയിരുന്നു, അല്ലെങ്കിൽ ചില അവസ്ഥകളായിരുന്നു. അപ്പോൾ കോവിഡ് എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ ബാധിച്ചാണ്. പക്ഷേ ഈ നാച്ചുറൽ കലാമിറ്റീസ് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തിലുണ്ടായിട്ടുള്ള ഫ്ലഡ്, വെള്ളപ്പൊക്കം, പേമാരി, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി നഷ്ടങ്ങൾ സംസ്ഥാനത്തിന് ഉണ്ടാകാൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒഴിവാക്കാൻ നമുക്ക് ഇന്നവിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ സാധിക്കാത്ത, എന്നുവെച്ചാൽ നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത ചില കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള മേഖലകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ അത് നമ്മളുടെ ഭരണ സംവിധാനത്തിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ചില വെല്ലുവിളികളോ അല്ലെങ്കിൽ അപജയങ്ങളോ മാത്രമായിരിക്കും. അപ്പോൾ കേരളം അടക്കമുള്ള 4 സംസ്ഥാനങ്ങളുടെ പ്രകടനം മോശമാണെന്നാണ് നീതി ആയോഗ് പറയുന്നത്. സാമ്പത്തിക ഭദ്രത നമുക്കൊരു സെക്യൂരിറ്റി, ഫിനാൻഷ്യൽസ് അല്ലെങ്കിൽ മോണിറ്ററി എന്നൊക്കെ പറയാൻ പറ്റില്ല, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. അപ്പോൾ അത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഫിനാൻഷ്യൽ ഹെൽത്ത് ഇൻഡെക്സ് അല്ലെങ്കിൽ FHI 18 സംസ്ഥാനങ്ങളുടെ വിവരം ശേഖരിച്ച് അതിൽ നിന്നും അവർ ഉണ്ടാക്കിയെടുത്ത റിപ്പോർട്ടിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ
18-ൽ 15-ാമത്തെ സ്ഥാനത്താണ് കേരളം ഉള്ളത്. പിന്നെ ബാക്കി പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ്, പഞ്ചാബ് ഈ സംസ്ഥാനങ്ങൾ മാത്രമാണ് കേരളത്തിന് പുറകിലേക്കുള്ളത്. അത് വലിയ കാര്യമില്ല. ഇപ്പോൾ 15 16 എല്ലാം സെയിം തന്നെയാണ്. അപ്പം കേരളത്തിന് പിന്നിലുള്ള സംസ്ഥാനങ്ങളാണ് ഈ പറഞ്ഞ പശ്ചിമ ബംഗാളും ആന്ധ്രാപ്രദേശും പഞ്ചാബ് എന്നുള്ളത്. ഇതിലേറ്റവും മുൻപന്തിയിൽ, സാമ്പത്തിക ഭദ്രതയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം ഒഡീഷയാണ്. പിന്നെ ഛത്തീസ്ഗഡ്, ഗോവ, ജാർഖണ്ഡ്, ഗുജറാത്ത് ഈ പറഞ്ഞ സംസ്ഥാനങ്ങളെല്ലാം പട്ടികയുടെ ആദ്യ ലിസ്റ്റിലുണ്ടെന്നുള്ളതാണ്. 2022-23 സാമ്പത്തിക വർഷത്തിലെ കണക്കുകളാണ്, ഡേറ്റയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ഇൻഡെക്സ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സൂചിക തയ്യാറാക്കാൻ ഈ നീതി ആയോഗ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പം ഇത് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ നമ്മളെപ്പോലുള്ള സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഈ സാമ്പത്തിക ഭദ്രത അത്ര സുഖകരമല്ല, അല്ലെങ്കിൽ അത്ര ഒരു ഫേവറബിൾ അല്ല എന്ന് കാണിക്കുന്ന റിപ്പോർട്ട്. അത് നമ്മുടെ സംസ്ഥാനത്തെ നമുക്കറിയാം, പൊതുവേ നമ്മൾ വളരെ ദുർബലമാണ് ഇക്കാര്യങ്ങളിൽ. പിന്നെ റവന്യൂ മൊബിലൈസേഷൻ്റെ കാര്യത്തിലും റവന്യൂ ഉണ്ടാക്കുന്ന കാര്യത്തിലുമൊക്കെ നമ്മൾ വളരെ പിന്നോക്കം നിൽക്കുന്നൊരു സംസ്ഥാനമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. പൊളിറ്റിക്കൽ റീസണുണ്ട്. പൊളിറ്റിക്കൽ റീസൺ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം പൊളിറ്റിക്സ് മാറിക്കഴിഞ്ഞാൽ എല്ലാം മാറും തീർച്ചയായിട്ടും. കാരണം ഒരു എക്കോണമിയെ ഡ്രൈവ് ചെയ്യണമെങ്കിൽ, ഒരു സംസ്ഥാനത്തിൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ, രാജ്യത്തിൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ, രാജ്യത്തിൻ്റെ എക്കോണമി എന്താണോ ആ രാജ്യത്ത് നിലനിൽക്കുന്ന പൊളിറ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക രാജ്യത്തിൻ്റെ എക്കോണമി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ മുൻനിരയിലേക്ക് വന്ന രാജ്യങ്ങൾ, സാമ്പത്തികമായിട്ട് പുരോഗതി പ്രാപിച്ചിട്ടുള്ള രാജ്യങ്ങൾ, അപ്പോൾ അവർക്ക് ആ ഇക്കണോമിക് പ്രോഗ്രസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ള പൊളിറ്റിക്സ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അതേത് രാജ്യമായാലും ശരി. പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പൊളിറ്റിക്സ് അല്ല ഞാൻ പറഞ്ഞത്, നിലനിൽക്കുന്ന ഭരണ സംവിധാനങ്ങളുടെ കാര്യമാണ്. ഭരണ സംവിധാനം അല്ലെങ്കിൽ ഭരണവർഗത്തിൻ്റെ ആ ഒരു രീതി ഉണ്ടല്ലോ, ഭരിക്കുന്ന രീതി, ഭരിക്കുന്ന മാർഗങ്ങൾ, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സിസ്റ്റംസ്, ഇതാണ് ഞാൻ പൊളിറ്റിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ള. കാരണം രാഷ്ട്രീയ പാർട്ടി ഏത് തന്നെ മാറി മറിഞ്ഞു വന്നാൽ ഈ സെയിം സിസ്റ്റം തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന പൊളിറ്റിക്സാണ് ഇവിടെ നിലനിൽക്കുന്ന സാമ്പത്തികത്തിന് അടിസ്ഥാനം എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ലോകത്ത് ഏതെങ്കിലും രാജ്യം സാമ്പത്തികമായിട്ട് പുരോഗതി പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പൊളിറ്റിക്സ് ഡിഫറൻ്റ് ആയിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്, നമ്മളെക്കാൾ. അപ്പോൾ ഓരോ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ എടുത്ത് നോക്കുമ്പോഴും നമുക്കിതേ വ്യത്യാസങ്ങൾ നമുക്ക് കാണുന്നതാണ്. ജനറലി നമുക്ക് ഒരു വൺ ആൻഡ് സെയിം പൊളിറ്റിക്കൽ കൾച്ചർ ഏകദേശമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് അതൊക്കെ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം കേരളത്തിലുള്ള പൊളിറ്റിക്സ് അല്ല തമിഴ്നാട്ടിലുള്ളത് അല്ല എന്ന് പറയാൻ നമുക്ക് കാരണം, തമിഴ്നാടിൻ്റെ സാമ്പത്തിക അവസ്ഥ അല്ലെങ്കിൽ തമിഴ്നാട് ഒരു ഇൻഡസ്ട്രിയലൈസ്ഡ് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വ്യവസായവൽക്കരണം വളരെ ദ്രുതഗതിയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള, നമ്മളെക്കാളിലും കൃഷിയായാലും ശരി വ്യവസായമായാലും ശരി നമ്മളെക്കാളിലും മെച്ചപ്പെട്ട രീതിയിൽ നടക്കുന്ന ഒരു സംസ്ഥാനമായതുകൊണ്ട് നമ്മളെക്കാളിലും പൊളിറ്റിക്കലി മെച്ചപ്പെട്ട ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അതുപോലെ ഏത് സംസ്ഥാനമായാലും ശരി. ഇപ്പോൾ ഗുജറാത്ത് നമ്മളെക്കാളും സാമ്പത്തികമായിട്ട് സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിലനിൽക്കുന്ന പൊളിറ്റിക്സിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള പൊളിറ്റിക്സാണ് അവിടെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇൻ ഷോർട്ട്, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്സാണ്. പൊളിറ്റിക്സ് മീൻ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ പൊളിറ്റിക്സ് അല്ല ഞാൻ പറയുന്നത്, നിലവിൽ നിൽക്കുന്ന ഭരണ സംവിധാനങ്ങൾ, പൊളിറ്റിക്കൽ സിസ്റ്റം, ഗവേണിംഗ് സിസ്റ്റം. ആ ഗവേണിംഗ് സിസ്റ്റത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസ്, നിലനിൽക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടീസിനെ തന്നെയാണ്. അല്ലെങ്കിൽ അവരുടെ കൾച്ചർ, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്കൽ ഐഡിയോളജീസ് തന്നെയാണ് തീർച്ചയായിട്ടും അവിടുത്തെ ഓരോ സ്ഥലത്തെയും ഭരണ തലപ്പത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ പൊളിറ്റിക്സ് വളരെ സബ്സ്റ്റാൻഡേർഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഒരു മെച്ചപ്പെട്ട സാമ്പത്തിക ആയിട്ടുള്ളൊരു പെർഫോമൻസ്, പ്രകടനം കാഴ്ചവെക്കുവാൻ
എന്നുവെച്ചാൽ നമ്മളെ ഇൻഡസ്ട്രിയലൈസ് ആക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകത്തക്ക രീതിയിലുള്ള പൊളിറ്റിക്സ് അല്ല ഇവിടെ നിലനിൽക്കുന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ആ വ്യത്യാസങ്ങളുണ്ട്. അപ്പം സദേൺ സ്റ്റേറ്റ്സിൽ ഈ പറഞ്ഞ റിപ്പോർട്ട് അനുസരിച്ചിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാളിലും പുവർ പെർഫോമൻസ് ആണ്. കേരളമാണ് അതിൽ ഏറ്റവും താഴെ ഉള്ളത്. ആന്ധ്രയും കേരളവും തമിഴ്നാടും വളരെ പുവറായിട്ടുള്ള പെർഫോമൻസ് ആണ് ഇക്കാര്യത്തിൽ, സ്റ്റേറ്റ് ഫൈനാൻസിൻ്റെ കാര്യത്തിൽ എന്ന് പറയുന്നുണ്ട്. അപ്പം 100 ആണ് അവരെ ഫിക്സ് ചെയ്തിരിക്കുന്ന ഇൻഡെക്സിൻ്റെ ഏറ്റവും സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ പറഞ്ഞ 3 സ്റ്റേറ്റ്, ആന്ധ്രാപ്രദേശ്, കേരള, തമിഴ്നാട്, 30 താഴെ മാർക്കാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ 10 സംസ്ഥാനങ്ങളിലെ അവർ ഈ 3 പേരും ഇല്ല എന്നുള്ളത് പറയുന്നത്. ആന്ധ്രാപ്രദേശും കേരളമാണ് ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്നത്. പഞ്ചാബ്, വെസ്റ്റ് ബംഗാൾ ഇതുപോലുള്ള സംസ്ഥാനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഏറ്റവും മോശം പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത് ആന്ധ്രാപ്രദേശും കേരളമാണ്. അപ്പം ഈ പറഞ്ഞ സംസ്ഥാനങ്ങളെല്ലാം തന്നെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഫിസിക്കൽ ചലഞ്ചസ് നേരിടുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു റിപ്പോർട്ടാണ് നീതി ആയോഗിൻ്റെ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ്. ആദ്യമായിട്ടാണ് ഇതുപോലുള്ള റിപ്പോർട്ട് അവർ പുറത്തിറക്കുന്നത്. ഇത് 2022-23 കാലഘട്ടത്തിൽ അതാത് സംസ്ഥാനങ്ങളുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻസിനെ അല്ലെങ്കിൽ ഹെൽത്ത് അല്ലെങ്കിൽ നിലനിൽക്കുന്ന അവസ്ഥയെ ബേസ് ചെയ്തുള്ള ഡേറ്റ കളക്ട് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ റിപ്പോർട്ടിൽ അവർ പുറത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മുന്നിൽ നിൽക്കുന്നത് ഛത്തീസ്ഗഡ്, ഗോവ, ജാർഖണ്ഡ്, ഗുജറാത്ത്, ഒഡീഷ കഴിഞ്ഞാലുള്ള സംസ്ഥാനങ്ങളാണ്. ഒഡീഷയാണ് ഏറ്റവും മുമ്പിൽ. അപ്പോൾ നേരത്തെ തന്നെ ഈ അടുത്ത സമയത്ത് തന്നെ നമ്മുടെ CAG കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തിലും കേരളത്തെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള ചില പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്താണ് ശരിക്കും പറഞ്ഞാൽ നീതി ആയോഗ് ഈ പ്രൈമറി ഇക്കണോമിക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഹെൽത്ത് ഇൻഡെക്സ് ഈ പറഞ്ഞ സൂചിക അവർ തയ്യാറാക്കിയിരിക്കുന്നത്. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ടിനെ ബേസ് ചെയ്താണ് C&AG എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇന്ത്യൻ GDP-യുടെ 85% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 18 സംസ്ഥാനങ്ങളെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 18 സംസ്ഥാനങ്ങളുടെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണിത്. അപ്പോൾ ഇന്ത്യയുടെ GDP-യുടെ 85% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 18 സംസ്ഥാനങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ 18 സംസ്ഥാനത്തിൽ 15ാമത്തെ സ്ഥാനമാണ് ഇന്ത്യ, കേരളത്തിനുള്ളത്. സോറി. അപ്പോൾ ഇത് ഇതിനകത്തിലെ ഏതൊക്കെ മെഷേഴ്സ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്? മാനദണ്ഡങ്ങൾ. വിനിയോഗത്തിലെ കാര്യക്ഷമത. വിനിയോഗം എന്ന് പറഞ്ഞാൽ അവർ ഒരു സംസ്ഥാനം കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കിട്ടുന്ന റവന്യൂ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി, വരുമാന സ്വരൂപണം, റവന്യൂ മൊബിലൈസേഷൻ, അവരെങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത്, സാമ്പത്തിക അച്ചടക്കം. അത് നമ്മൾ നേരത്തെ എപ്പോഴും പറയാറുള്ളത് ഫിനാൻഷ്യൽ അല്ല മോണിറ്ററി ഡിസിപ്ലിൻ എന്നൊക്കെ പറയുന്നത്. മോണിറ്ററി ഡിസിപ്ലിൻ എന്നാൽ അനാപത്ത് ചിലവുകളൊക്കെ ഒഴിവാക്കുന്നതിനെ കുറിച്ചാണ് ഈ സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ നമുക്കറിയാം ഈ വേണ്ടാത്ത അനാപത്തുകൾ അനാവശ്യമായിട്ടുള്ള ചിലവുകളുണ്ടല്ലോ ഒരു വ്യക്തിയെ സംബന്ധിച്ച്. അപ്പോൾ ആ വ്യക്തിക്ക് സാമ്പത്തിക അച്ചടക്കം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും കൂടുതൽ ഈ ഇതുപോലുള്ള ചിലവുകൾ, ആവശ്യമില്ലാത്ത ചിലവുകൾ, ഇൻഎഫിഷ്യൻ്റായിട്ടുള്ള വേസ്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചിലവുകൾ സംസ്ഥാനങ്ങളുടെ ഭാഗത്തുണ്ട്. അപ്പോൾ സാമ്പത്തിക അച്ചടക്കം അതിനെ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ കടം താങ്ങാനുള്ള പരിധി, ഡെറ്റ് ഇൻഡെക്സ് തുടങ്ങിയ 5 ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് അല്ലെങ്കിൽ അടിസ്ഥാനപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട് അവർ തയ്യാറാക്കിയിട്ടുള്ളത്. ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന ഒഡീഷയ്ക്ക് 100-ൽ 67.8 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ വരുന്ന ഛത്തീസ്ഗഡാണ് 55.2, കേരളത്തിന് കിട്ടി 25.4, 15ാമത്തെ സ്ഥാനത്താണ്. ഏറ്റവും പിന്നിലാണ് പഞ്ചാബ്. പഞ്ചാബിന് കിട്ടിയത് 10.7 പോയിന്റ് മാത്രമാണ് 100-ൽ. അപ്പോൾ കേരളത്തിനേക്കാളിലും പിന്നിലാണ് പഞ്ചാബും വെസ്റ്റ് ബംഗാളും. അപ്പോൾ പഞ്ചാബിന് കിട്ടിയ പോയിന്റാണ് 10.7. അപ്പോൾ ഈ ഇൻഡെക്സിൽ അല്ലെങ്കിൽ സൂചികയിൽ ഏറ്റവും പിന്നിലെത്തിയിട്ടുള്ള കേരളം പോലുള്ള 4 സംസ്ഥാനങ്ങളുണ്ട്. ഏതൊക്കെയാണ്? കേരളം, ആന്ധ്രാപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, പഞ്ചാബ്. ഇതൊക്കെ ആസ്പിറേഷണൽ സംസ്ഥാനങ്ങളാണ് പറയുന്നത്. എന്ന ഗണത്തിലാണ് നീതി ആയോഗ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതവരുടെ ഒരു പ്രത്യേക മെഷറാണ്, ആസ്പിറേഷണൽ സ്റ്റേറ്റ്സ്. അപ്പോൾ ഈ 4 സംസ്ഥാനങ്ങളും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട്.
ഏതൊക്കെ? കേരളം, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ, ഈ പറഞ്ഞ സംസ്ഥാനങ്ങൾ, ആന്ധ്രാപ്രദേശുണ്ട്. പക്ഷേ കേരളവും പഞ്ചാബും പശ്ചിമ ബംഗാളും കഴിഞ്ഞ 9 വർഷമായിട്ട് കടുത്ത സാമ്പത്തിക വെല്ലുവിളി നേരിടുന്നുണ്ട്. കേരളത്തിൻ്റെ കാര്യം നമുക്കറിയാം. കാരണം ഫ്ലഡ്, പാൻഡമിക് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മളെ വല്ലാതെ പിന്നെ ഉലച്ചിട്ടുണ്ട്. നമ്മുടെ സാമ്പത്തിക രംഗത്തെ വല്ലാതെ അത് ബാധിച്ചിട്ടുള്ളൊരു കാര്യമാണത്. അപ്പം തീർച്ചയായിട്ടും വരുമാനം കുറയുകയും അല്ലെ വരുമാന സ്രോതസ്സിന് ഭംഗം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ കടമെടുക്കേണ്ടി വരും, കൂടുതൽ കടമെടുക്കേണ്ടി വരും. അപ്പോൾ കൂടുതൽ കടമെടുക്കുമ്പോൾ കടത്തിൻ്റെ അവസ്ഥ ഉയർന്ന കടം എന്നുള്ള അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഉയർന്ന കടം ഉണ്ടാകുമ്പോൾ ഉയർന്ന പലിശ ഉണ്ടാകും, തിരിച്ചടവുണ്ടാകും. അപ്പം വരുമാനത്തിൻ്റെ വളർച്ച കുറയുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മറു സൈഡിലേക്ക് നമുക്ക്, കാരണം ഒരു സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങളെ തൃപ്തികരമായിട്ട് അവർക്ക് നേടിയെടുക്കാനുള്ള വരുമാനം തികയാതെ വരുമ്പോൾ അവർക്ക് കടമെടുക്കേണ്ടി വരും. കടം കൂടുതൽ എടുക്കും തോറും കൂടുതൽ തിരിച്ചടവും പലിശയൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുകയും അതുപോലെ തന്നെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കുകയും ചെയ്യും. സാമ്പത്തിക വളർച്ച ഉണ്ടാകത്തില്ല. ഒട്ടും ഉണ്ടാകത്തില്ല. കടമെടുത്ത് പലിശ അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യം നമുക്കറിയാം, ഒരു സ്ഥാപനത്തിൻ്റെ കാര്യം നമുക്കറിയാം. അപ്പം ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചും ഒരു രാജ്യത്തെ സംബന്ധിച്ചല്ല, ഇതെല്ലാം സെയിം ഫിനോമിന അല്ലെങ്കിൽ ഒരേ പ്രതിഭാസം തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഈ പറഞ്ഞ 4 സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ 3 സംസ്ഥാനങ്ങൾക്ക് വളരെയധികം ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന തിരിച്ചടിയാകുന്നതാണ്. അപ്പോൾ കേരളവും പഞ്ചാബും പ്രത്യേകിച്ച് ധനവിഭവങ്ങൾ വിനിയോഗിക്കുന്നതിലും അതുപോലെ തന്നെ അവർക്ക് കടം താങ്ങാനുള്ള പരിധിയിലും ഒക്കെ പിന്നോട്ടാണ്. ഈ കടം താങ്ങാനുള്ള പരിധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കറിയാം, ഇന്ത്യയിൽ കേരളത്തിന് തോന്നിയ ഒരു സംസ്ഥാനത്തിനും അവർക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്നും കടമെടുക്കാൻ സാധിക്കത്തില്ല. കാരണം അതൊക്കെ ഫെഡറൽ സംവിധാനം അനുസരിച്ച് അതിൻ്റെ എല്ലാം കൃത്യമായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസും അല്ലെങ്കിൽ റൂൾസ് റെഗുലേഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം കേന്ദ്രത്തിൻ്റെ അനുമതി വേണ്ട കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ വേണ്ട സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു സീലിങ്സ് ഉണ്ട്, അതിനൊക്കെ ഒരു ഫിക്സഡ് ലിമിറ്റ് ഉണ്ട്. അപ്പം വരുമാനം തീരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ, കാരണം ഒരു സർക്കാരിനെ സംബന്ധിച്ച് എപ്പോഴും അവരുടെ എക്സ്പെൻഡിച്ചർ വളരെ കൂടിക്കൊണ്ടിരിക്കും. കാരണം പ്രത്യേകിച്ച് കേരളത്തിലെ പോലെ സംസ്ഥാനത്തിന് കിട്ടുന്ന വരുമാനത്തിന് നല്ലൊരു ശതമാനവും സാലറി അല്ലെങ്കിൽ ശമ്പളവും പെൻഷനും കൊടുക്കാൻ മാത്രമേ കാണത്തുള്ളൂ. ഏകദേശം ഒരു റഫായിട്ടുള്ള എസ്റ്റിമേറ്റ് എടുത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു 75% മുതൽ 80-85% വരെ സാലറിയും പെൻഷനും കൊടുക്കാൻ മാത്രമേ. ഇപ്പം 100 രൂപ കേരള സംസ്ഥാനത്തിന് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ 75 മുതൽ 85 രൂപ വരെ സാലറിയും പെൻഷനും കൊടുക്കാൻ വേണ്ടി, ബാക്കിയുള്ള 15%, 10% മാത്രമേ, അല്ലെങ്കിൽ 20% മാത്രമേ തീർച്ചയായിട്ടും മറ്റുള്ള മേഖലകളിലേക്ക്, സെക്ടേഴ്സിലേക്ക് വിനിയോഗിക്കാൻ വേണ്ടി കേരള സർക്കാരിന് കഴിയത്തുള്ളൂ. അപ്പം അങ്ങനെ ധനത്തിൻ്റെ സമാഹരണം വളരെ പ്രായോഗികമല്ലാതെ വരുമ്പോൾ തീർച്ചയായിട്ടും സംസ്ഥാനത്തിന് കടത്തെ ആശ്രയിക്കേണ്ടി വരും. കടത്തെ ആശ്രയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആന്തരികമായിട്ടുള്ള കടത്തെ ആശ്രയിക്കേണ്ടി വരും. അപ്പം അതിനൊക്കെ സീലിംഗ്, ഫെഡറൽ സംവിധാനം അനുസരിച്ച് സീലിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ സീലിങ്സ് ബ്രേക്ക് ചെയ്ത് മുമ്പോട്ട് പോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ധനപരമായിട്ടുള്ള പ്രതിസന്ധി, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ഈ പറഞ്ഞ സംസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനത്തിന് നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞ നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് പറയുന്നത്. കടം താങ്ങാനുള്ള പരിധി, കാരണം കടം താങ്ങാനുള്ള പരിധി എന്ന് പറഞ്ഞാൽ എത്ര വേണമെങ്കിലും കടം മേടിക്കാം, പക്ഷേ അതിനൊക്കെ ചില പ്രൊവിഷൻസ് ഉണ്ട്, ചില റൂൾസ് റെഗുലേഷൻസ് ഉണ്ട്, ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, ആസ് പെർ ദി നമ്മുടെ ഫെഡറൽ സംവിധാനം അനുസരിച്ച്. അപ്പോൾ ഇതിലൊക്കെ കേരളവും പഞ്ചാബും ഒക്കെ വളരെ പിന്നോട്ടാണ് എന്നുള്ളതാണ് ഈ പറഞ്ഞ റിപ്പോർട്ടുകൾ പറയുന്നത്. അതുപോലെ തന്നെ ധനകമ്മി, ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ധനകമ്മി ഉയർന്നു നിൽക്കുന്നതാണ് ആന്ധ്രാപ്രദേശിന് വിനയായതെന്നും റിപ്പോർട്ട് പറയുന്നു. ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ച് ധനകമ്മി, ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള അന്തരമാണ്. ഉദാഹരണത്തിന് 100 രൂപ റവന്യൂ കിട്ടി, അവർക്ക് 105 രൂപയുടെ എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ 5 രൂപയുടെ ഡെഫിസിറ്റ് ഉണ്ട്, ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ട്, അല്ലേ? അപ്പോൾ അത് ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളും അത് നേരിടുന്നുണ്ട്. കാരണം എപ്പോഴും ഏത് ഗവൺമെൻറ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവരുടെ ധനവിനിയോഗം അല്ലെങ്കിൽ അവരുടെ എക്സ്പെൻഡിച്ചേഴ്സ് എപ്പോഴും വളരെ കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് സർക്കാർ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സാലറി, പെൻഷൻ ഇതുപോലുള്ള കൃത്യമായി നിർവഹിക്കപ്പെടേണ്ട എക്സ്പെൻഡിച്ചേഴ്സ് അല്ലെങ്കിൽ ചിലവുകൾ സർക്കാരിന് നിർവഹിച്ചേ വരത്തുള്ളൂ. അപ്പോൾ അതിന് സർക്കാരിൻ്റെ റവന്യൂ വരുമാനം
അവർക്കത് തികയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കടമെടുത്തേ പറ്റുള്ളൂ. നമുക്കറിയാം, കേരള സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ജോലിക്കാർക്ക് ശമ്പളവും പെൻഷൻ കൊടുത്തേ മതിയാകത്തുള്ളൂ. അപ്പം അത് കൊടുക്കാൻ അവരുടെ കയ്യിൽ കാര്യമായിട്ടുള്ള റവന്യൂ ഇല്ലെങ്കിൽ അവർക്കത് കടമെടുത്ത് നിർവഹിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് എല്ലാ സംസ്ഥാന സർക്കാരുകളും ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കമ്മി കൂടും. കാരണം റവന്യൂവിനേക്കാൾ കൂടുതൽ എക്സ്പെൻഡിച്ചർ ആകുമ്പോൾ തീർച്ചയായിട്ടും ഫിസിക്കൽ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ധനകമ്മി കൂടും. അപ്പം ധനകമ്മി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മറ്റു മേഖലകളിലേക്ക്, ഇപ്പോൾ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, പബ്ലിക് ട്രാൻസ്പോർട്ട്, ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഇൻഫ്രാസ്ട്രക്ചർ, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലേ, ഇതുപോലുള്ള മേഖലകളിലേക്ക്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇപ്പോൾ അഗ്രികൾച്ചർ ഒരു പ്രധാന മേഖലയാണെങ്കിൽ വ്യവസായം ഒരു പ്രധാന മേഖലയായി മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതിലേക്കൊന്നും ചിലവഴിക്കാൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കാര്യമായിട്ടുള്ള എന്താ പറയുന്നത്, ധനം കാണത്തില്ല, സമ്പത്ത് കാണത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ അത് വളരെ ക്രിട്ടിക്കലായിട്ട് അല്ലെങ്കിൽ രൂക്ഷമായി പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ഘടകം കൂടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഈ സംസ്ഥാനങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ പ്രകടനത്തെക്കുറിച്ച് നമുക്ക് ഈ ഒരു ടേബിളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ സാമ്പത്തിക ഭദ്രത അവർ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിച്ച എല്ലാ ഘടകങ്ങളിലും കേരളം വളരെ പുറകിലാണെന്നുള്ളതാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ധനവിനിയോഗത്തിൻ്റെ കാര്യത്തിലായാലും ശരി, അത് 4.2 പോയിന്റ് നേടി കേരളം ഏറ്റവും പിന്നിലെത്തിയിട്ടുണ്ട്. ധനവിനിയോഗം എന്ന് വെച്ചാൽ നമ്മൾ മൊബിലൈസ് ചെയ്ത റിസോഴ്സ് അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതിൻ്റെയാണ് ധനവിനിയോഗത്തിൻ്റെ കാര്യക്ഷമത എന്ന് പറയുന്നത്. കാരണം നമുക്ക് പണം എങ്ങനെ വിനിയോഗിക്കാം, പക്ഷേ അതിൻ്റെ എഫിഷ്യൻസി വലിയൊരു ഫാക്ടറാണ്. 59.7 പോയിന്റ് നേടിയ മധ്യപ്രദേശാണ് ഈ ഗണത്തിൽ നിന്ന്. അതായത് ധനവിനിയോഗത്തിൻ്റെ കാര്യക്ഷമതയിൽ മധ്യപ്രദേശാണ് ഏറ്റവും മുൻപത്തിയുള്ളത്. വരുമാന സമാഹരണത്തിൽ 54.2 പോയിന്റ് നേടിയിട്ടുണ്ട്. സാമ്പത്തിക അച്ചടക്കത്തിലും 34 പോയിന്റ്, ഡെറ്റ് ഇൻഡെക്സിൽ 23.1 പോയിന്റ്, കടം താങ്ങാനുള്ള പരിധി 11.3 പോയിന്റിലും. ഇതാണ് ഇവിടെ ഈ ഏറ്റവും താഴെ നിന്ന് 1, 2, 3, 4ാമത്തെ സംസ്ഥാനമാണ് കേരളം. ആ ഇൻഡെക്സിൽ പറഞ്ഞിരിക്കുന്ന ഈ പറഞ്ഞ പോയിന്റുകൾ അല്ലെങ്കിൽ സൂചികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കും. കടം താങ്ങാനുള്ള പരിധി 11.3 പോയിന്റിലും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സംസ്ഥാനത്തിൻ്റെ പ്രകടനം വളരെ മോശമാണെന്ന് ആണ് ഈ പറഞ്ഞ നീതി ആയോഗിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഫിനാൻഷ്യൽ ഹെൽത്ത് ഇൻഡെക്സ് FHI 2025 2022-23 ഡാറ്റ ബേസിനെ അല്ലെങ്കിൽ ഡാറ്റ ബേസ് ചെയ്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കേരളവും പഞ്ചാബും ലോ ക്വാളിറ്റി ഓഫ് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ നമ്മൾ ഈ ധനവിനിയോഗ കാര്യക്ഷമത എന്നുള്ള പറഞ്ഞില്ലേ, വിനിയോഗിക്കുന്നതിനുള്ള കാര്യക്ഷമത അതിൽ വളരെ പുറകിലാണ്. ഡെറ്റ് സസ്റ്റൈനബിലിറ്റി, ആന്ധ്രാപ്രദേശിൻ്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് വളരെ കൂടുതലാണെന്നും പറയുന്നുണ്ട്. തമിഴ്നാടിനെ സംബന്ധിച്ച് അവരുടെ സ്റ്റേറ്റ് ഓൺ റവന്യൂ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യത്തിൽ അല്പം ബെറ്റർ ആണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ക്വാളിറ്റി ഓഫ് എക്സ്പെൻഡിച്ചറിലും ഫിസിക്കൽ ഡെഫിസിറ്റിലും വളരെ മോശം പ്രകടനമാണ് തമിഴ്നാട് കാഴ്ചവെച്ചിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. തമിഴ്നാട് കാര്യത്തിൽ 2022-23 അവരുടെ മൊത്തം റവന്യൂവിൻ്റെ 52% എക്സ്പെൻഡിച്ചർ ആയിരുന്നു. എന്നുവെച്ചാൽ പകുതിയിൽ കൂടുതൽ എക്സ്പെൻഡിച്ചർ ആയിരുന്നു. എന്നുവെച്ചാൽ 100 രൂപ അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ 52 രൂപയോളം ചെലവാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 18 സംസ്ഥാനങ്ങളെ, ഇന്ത്യയുടെ GDP-യുടെ 85% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 18 സംസ്ഥാനങ്ങളെയാണ് അവർ ഈ പറഞ്ഞ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ CAG എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയുടെ റിപ്പോർട്ട് അനുസരിച്ച് അവരുടെ ഡേറ്റ കളക്ട് ചെയ്തിട്ടാണ് 2022-23 ഫിനാൻഷ്യൽ ഇയറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ റിപ്പോർട്ട് അവർ ചെയ്തിട്ടുള്ളത്. ഒഡീഷയാണ് മുമ്പിലെന്ന് പറഞ്ഞു, 67.8 പോയിൻ്റാണ് 100-ൽ. പിന്നെ വരുന്നത് ഛത്തീസ്ഗഡ്, ഗോവ 55.2, 53.6. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ നമുക്ക് കേരള സംസ്ഥാനത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അത് വെളിവാക്കുന്നത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ഭദ്രത വളരെ മോശമാണ്. അത് പുറത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ റിസർച്ച് സ്ഥാപനങ്ങളോ ഒന്നുമല്ല,
നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള നീതി ആയോഗാണ്. അതും കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള അവരുടെ ഡേറ്റയെ ബേസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ് ഇതെന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തിൽ ക്രെഡിബിലിറ്റി ഉണ്ട്, ഇതിന് റിലവൻസ് ഉണ്ട്. അപ്പം കേരളം എത്രത്തോളം നമ്മളുടെ പെർഫോമൻസ്, നമ്മുടെ ഗവർണൻസിൻ്റെ പെർഫോമൻസാണ് ഇത് കാണിക്കുന്നത്. നമ്മുടെ ഭരണ സംവിധാനങ്ങളുടെ പെർഫോമൻസ് എത്രത്തോളം പരിതാപകരമാണ്, മിസറബിളാണ് എന്നുള്ളത്, അൺഹെൽത്തിയാണ്, അനാരോഗ്യകരമാണ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് കാണിക്കുന്നത്. എന്താ ചെയ്യുക? നമുക്കിതൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. കാരണം നിലനിൽക്കുന്ന രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങൾ അതിൽ വളരെ വ്യാപകമായിട്ടുള്ള ഡീപ്പായിട്ടുള്ള റിഫോംസ് ഉണ്ടാക്കാതെ, ഇവിടുത്തെ നമ്മുടെ പൊളിറ്റിക്കൽ കൾച്ചേഴ്സ് മാറാതെ ഒന്നും ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കത്തില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ളൊരു ഇൻഡിക്കേഷനാണ്. അപ്പോൾ ഇത്രയും നമുക്ക് ഈ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളെപ്പോലുള്ള ഒരു സാധാരണ പൗരന്മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, കാരണം നമ്മളതിനകത്തിൽ ഡയറക്റ്റ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ല. നമുക്ക് പോളിസി ഫോർമുലേറ്റ് ചെയ്യാനോ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള അധികാരമില്ല. നമുക്ക് ടാക്സ് കൊടുക്കുക, കൺസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പോളിസി അനുസരിച്ചുള്ള പോളിസിയെ നമുക്ക് അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളൊരു തലത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ഒരു പൗരനെ സംബന്ധിച്ച് കാര്യങ്ങളെ കാണാൻ സാധിക്കത്തുള്ളൂ. റിഫോംസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ അല്ലെങ്കിൽ പരിഷ്കാരങ്ങൾ വരുത്തുക എന്നുള്ളത് ഭരണ സംവിധാനത്തിൻ്റെ, ഭരണവർഗത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് എത്രത്തോളമുള്ള കാര്യക്ഷമത ഇല്ലായ്മ ഉണ്ട് അല്ലെങ്കിൽ കെടുകാര്യസ്ഥത ഉണ്ടെന്നുള്ളതാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇല്ലേ? അപ്പോൾ റിപ്പോർട്ടുകൾ എപ്പോഴും നമുക്ക് സ്വാഗതാർഹമാണ്. ഇതുപോലുള്ള റിലവൻ്റ് ആയിരിക്കണം, ക്രെഡിബിൾ ആയിരിക്കണം. അപ്പോൾ ഇതുപോലുള്ള റിപ്പോർട്ടുകൾ നമുക്ക് സ്വാഗതാർഹമാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഒരു കമ്പനിയുടെ റിപ്പോർട്ടിനെ പോലെ തന്നെ ഒരു സംസ്ഥാനത്തിൻ്റെ ഫൈനാൻഷ്യൽ ഹെൽത്തിനെ കുറിച്ചുള്ള റിപ്പോർട്ടാണിത്. അപ്പം ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഇനിയും വരുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇനിയും വരുന്ന വർഷങ്ങളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുവാനും കാര്യമായിട്ടുള്ള വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും ഒക്കെ തന്നെ. അപ്പം നമുക്കറിയാം, ശരിക്കുള്ള വരുമാനം ഒരു സർക്കാരിന് ഉണ്ടാകണമെങ്കിൽ അവിടെ സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ കൂടുതൽ നടക്കണം. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയം നടക്കണമെങ്കിൽ വ്യാവസായവൽക്കരണം നടക്കണം. വ്യാവസായവൽക്കരണം നടക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഇക്കണോമിക് ഫൈനാൻഷ്യൽ റിഫോംസ്, പോളിസീസ് ഒക്കെ ഉണ്ടാകണം. അതിനനുസരിച്ചുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാകണം. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ അതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാകണം, അതുപോലുള്ള പോളിസി റിഫോംസ് ഉണ്ടാകണം, അപ്പോൾ അതുപോലുള്ള ലീഡർഷിപ്പ് ഉണ്ടാകണം. അപ്പോൾ എന്നാൽ മാത്രമേ ഈ പറഞ്ഞ മേഖലകളിൽ നമുക്ക് കൃത്യമായിട്ടുള്ള മാറ്റങ്ങളെ നമുക്ക് പ്രതീക്ഷിക്കുവാനോ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനോ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള റിപ്പോർട്ടുകൾ ഒരു ഇൻഡിക്കേഷനാണ്, ഒരു സൂചനയാണ് ശരിക്കും പറഞ്ഞാൽ. റിപ്പോർട്ടുകളുടെ അത്യാവശ്യമാണ്. പക്ഷേ ആ റിപ്പോർട്ട് ഫാക്ട് ബേസ്ഡ് ആയിരിക്കണം, റിലവൻ്റ് ആയിരിക്കണം, ക്രെഡിബിൾ ആയിരിക്കണം. അപ്പോൾ ഇത് നമുക്കറിയാം, തീർച്ചയായിട്ടും ഇതൊരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള റിപ്പോർട്ടായതുകൊണ്ടും മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായിട്ടുള്ള കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ടിൻ്റെ ബേസിലുള്ള ആ ഡാറ്റാ ബേസിനെ ഡിപ്പെൻഡ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത റിപ്പോർട്ടായതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനകത്തിൽ ഫാക്റ്റ് ഉണ്ട്, ഫിഗേഴ്സ് കറക്റ്റാണ്, ഫാക്റ്റ് ഉണ്ട്, റിലവൻ്റ് ആണ്, ക്രെഡിബിളാണ്. അപ്പോൾ ഇത് നൽകുന്ന സൂചന വളരെ അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയിലേക്കാണ് നമ്മുടെ സംസ്ഥാനം മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ മോർ ഇൻഡസ്ട്രിയലൈസേഷൻ, മോർ ഇക്കണോമിക് ആക്ടിവിറ്റി, മോർ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ്, ഇല്ലേ? വിഭവങ്ങളുടെ ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള ഉപയോഗം, കറപ്ഷനെ കുറയ്ക്കുക, ഗവൺമെൻറ്റിൻ്റെ ചിലവുകളെ കുറയ്ക്കുക എന്നൊക്കെയുള്ളതാണ് ഇതിനുള്ള പരിഹാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ സാമ്പത്തിക അവസ്ഥയെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനും അതുവഴി സ്റ്റേറ്റിൻ്റെ ഹെൽത്തിനെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഈ റിപ്പോർട്ടിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതോടുകൂടി നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പറ്റുമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായി കാണുന്നത് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.